ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റിൻ്റെ അതിൻ്റെ ക്യാപ്പ് മുകളിൽ വരുന്ന പുഷ് ബട്ടൺ വരുന്ന ക്യാപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഊരിയിടുക, അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ, അതായത് അതിൻ്റെ ഫ്ലഷൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇതെങ്ങനെയാണ് അതിൻ്റെ മുകൾ വശം നമ്മൾ അതിൻ്റെ സർവീസിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ വന്നാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സിമ്പിളാണ്. അതിൻ്റെ മുകളിൽ വരുന്ന സെറാമിക്കിൻ്റെ പ്ലേറ്റ് അത് ഡബിൾ എൻഡ് ടേപ്പാണ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബാക്ക് സൈഡിൽ 2 ടേപ്പ് കാണാം. ആ ടേപ്പ് ഡബിൾ എൻഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടേപ്പ് നമ്മൾ പതുക്കെ ഇത്തിരി കുറച്ച് ബലം കൊടുത്ത് പ്രസ് ചെയ്ത് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് അതിൻ്റെ മുകൾ ഭാഗം പൊങ്ങി താഴെ നമ്മുടെ കൂടെ നമുക്കത് എടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ആ കാണുന്ന ബാക്കിൽ കണ്ടോ, അതുപോലെ തന്നെ 2 ഫ്രണ്ടിലും വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്തേക്ക് ജാമായിട്ട് ഇരുന്ന് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഈ പറയുന്ന അതിൻ്റെ പുഷ് ബട്ടൺ കാര്യങ്ങളും വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു, അതായത് 220 mm അല്ലെങ്കിൽ 230 mm നമ്മുടെ ഭിത്തിയിൽ നിന്ന് അകലമുള്ള 4 ഇഞ്ച് പൈപ്പ് ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് 4 ഇഞ്ച് പൈപ്പ് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഓരോ ക്ലോസറ്റിനും പല രീതിയിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 220 mm, 250 mm, 230 mm, ഇങ്ങനെ ഓരോ കണക്കിലാണ് വരുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന 220 mm ഔട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലഷിലേക്ക് പോകുന്ന വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്, കണക്ഷൻ പൈപ്പ് കൊടുക്കുന്നത് ഇതിലാണ് കൊടുക്കുന്നത്. ഈ പൈപ്പ് നമ്മൾ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് അത് ടൈറ്റ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അതിൻ്റെ പുഷ് ബട്ടനും അതുപോലെ തന്നെ ഫ്ലഷ് വാൽവും കാര്യങ്ങളെല്ലാം തന്നെ സെറാമിക്കിൽ ശരിക്കും ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് കണക്ഷൻ കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. അവിടെയാണ് നമ്മൾ കണക്ഷൻ പൈപ്പ് ഉപയോഗിച്ചിട്ട് ആംഗിൾ കോക്ക് വഴി അതിലേക്ക് വെള്ളത്തിൻ്റെ സപ്ലൈ കാര്യങ്ങൾ അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഭിത്തിയോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 220 അല്ലെങ്കിൽ 230 mm ക്ലോസറ്റ് നമ്മൾ ഏതാണോ ആദ്യമേ സെലക്ട് ചെയ്യുക. അതിന് സമയത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പൈപ്പ് ഭിത്തിയിൽ നിന്നും അകലം ടൈല് കനം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമുക്കത് കൊടുക്കാനായിട്ട്. ടൈലിന് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററെങ്കിലും കനം വരും എന്ന് കൂട്ടിയിട്ട് ആ 220 അല്ലെങ്കിൽ 230 ക്ലോസറ്റിൻ്റെ കൂടെ ടൈലിൻ്റെ കനം കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ 4 ഇഞ്ച് ഔട്ട് ഇടാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഈ ക്ലോസറ്റ് കറക്റ്റായിട്ട് അതിലേക്ക് ഭിത്തിയിൽ ടച്ച് ചെയ്ത് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഭിത്തിയിലേക്ക് അടുക്കാതെ വരും. അപ്പോൾ പിന്നീട് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇനി വരുന്ന പുഷ് ബട്ടൺ ഉണ്ടാകും. ഈ 2 പുഷ് ബട്ടണാണ് നമ്മൾ മുകളിൽ കാണുന്ന ബട്ടൺ നമ്മൾ അമർത്തുന്ന സമയത്ത് അമർന്നു പോകുന്നത്. ഒന്ന് കൂടുതൽ വെള്ളം വരുന്നതും ഒന്ന് കുറച്ച് വെള്ളം വരുന്നത്. ഇതിലാണ് രണ്ടുമായിട്ട് 2 ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ഫ്ലോട്ട് വാൽവ് വരുന്നത്. അതായത് നമ്മൾ വെള്ളം അതിൻ്റെ അകത്ത് വന്ന് നിറയുന്ന സമയത്ത് ആ ഫ്ലോട്ട് വാൽവ് പതുക്കെ പൊങ്ങി വെള്ളം സ്റ്റോപ്പ് ആകും. കണ്ടോ, ഇതിങ്ങനെ വന്ന് ആയി കഴിയുമ്പോൾ അത്രയും പ്ലേ ഉള്ളൂ. അത് നേരെ വെള്ളം വന്ന് പൊങ്ങുന്ന സമയത്ത് ആ ഫ്ലോട്ട് വാൽവും ജസ്റ്റ് പൊങ്ങും. അതിനുശേഷം അത് വെള്ളം സ്റ്റോപ്പ് ആവും. നമുക്ക് ആ ഫ്ലോട്ട് വാൽവിൻ്റെ വെള്ളത്തിന് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം കംപ്ലൈൻറ്റ് വരുന്ന ഏരിയകളിലെല്ലാം തന്നെ നമ്മൾ ഫ്ലോട്ട് വാൽവ് കാണാൻ സാധിക്കും. ഈ ഫ്ലോട്ട് വാൽവ് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് സ്റ്റോപ്പ് ആവാതെ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഓവർഫ്ലോ അടിച്ചിട്ട് നേരെ വെള്ളം നമ്മുടെ സെപ്റ്റിക്കിലേക്ക് തന്നെ പോകുന്നത് ജസ്റ്റ് കാണാൻ സാധിക്കും. അതൊരു ചെറിയ രീതിയിൽ വരുന്ന കംപ്ലൈൻറ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ആ താഴെ കരട് വന്ന് അടിയുകയോ അല്ലെങ്കിൽ അതിൻ്റെ വാഷറുണ്ട്, ഈ കാണുന്ന ആ സിസ്റ്റത്തിൻ്റെ ആ വാഷർ കംപ്ലൈൻ്റ് ആയി കാലക്രമേണ വാഷർ കംപ്ലൈൻ്റ് ആയാലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. അതുമാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി വാൾ ഹാങ്, അതായത് ഭിത്തിയിൽ തൂക്കിയിട്ട് ഇരിക്കുന്നതിനേക്കാൾ ബെറ്റർ ഈ പറയുന്ന രീതിയിൽ ഫ്ലോറിൽ നിലത്ത് ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി. ഒരു 99% സേഫ്റ്റി ഈ പറയുന്ന രീതിയിൽ ഭിത്തിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന താഴെ ഫ്ലോറിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ് ഏറ്റവും നല്ലത്. കാരണം ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് കയറിയിരിക്കാൻ പറ്റും. ഇതാണ് കമ്പനി പേര് വരുന്നത്. സിംബോളാൻറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത് 12,300 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി കിട്ടുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സേഫ്റ്റി, അതായത് നമ്മുടെ വീടുകളിൽ ധൈര്യമായിട്ട് നമുക്ക് പ്രായമായ ആളുകൾക്കാണെങ്കിലും ഏറ്റവും സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലോർ മൗണ്ടർ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.